ഒയോളം വോയിസിൻ്റെ ഇൻ ഭൂട്ടാൻ ദ ഹാപ്പി ലാൻഡ് യാത്രാ പരമ്പരയിലെ അവസാന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഐറ്റിനറിയിൽ പറഞ്ഞത് പ്രകാരമുള്ള ഭൂട്ടാനിലെ എല്ലാ കാഴ്ചകൾക്കും ശേഷം ഇന്നലെ രാത്രി ഞങ്ങൾ തങ്ങിയത് ഇവിടെയായിരുന്നു, ബംഗാളിലെ ലാത്താഗുരിയിലെ ആരണ്യം റിസോർട്ടിൽ. ഇവിടെ നിന്ന് അധികം ദൂരെയല്ല പ്രശസ്തമായ ഗോരുമാര നാഷണൽ പാർക്ക്. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. കിഴക്കൻ ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ ഡുവാർസ് മേഖലയിലുള്ള ദേശീയോദ്യാനമാണ് ഗോരുമാര. സാൽ വനങ്ങളും നദീതീര പുൽമേടുകളും സമൃദ്ധമായ ജൈവ വൈവിധ്യവുമാണ് അതിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ് ഗോരുമാരയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. ഞങ്ങൾക്കായി ഇതാ പ്രവേശന കവാടം തുറക്കുകയായി. വാഹനങ്ങൾ ഓരോന്നായി കാട്ടിലൂടെ മുന്നോട്ട്. കണ്ടാമൃഗത്തിനൊപ്പം ആനകളും ഗൗറും മാനുകളും ഉൾപ്പെടെ നിരവധി വന്യജീവികളും ഈ ഉദ്യാനത്തിലുണ്ട്. നൂറുകണക്കിന് ഇനം പക്ഷികളുടെയും നിരവധി ഉരഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ദേശീയോദ്യാനം. 1895 റിസർവ് ഫോറസ്റ്റ് ആയിരുന്ന ഗോരുമാരയ്ക്ക് 1949 വന്യജീവി സങ്കേതമെന്ന പദവിയും 1994 ദേശീയോദ്യാനം എന്ന പദവിയും ലഭിച്ചു. കാടിന് നടുവിലൂടെയുള്ള തുറന്ന വാഹനയാത്രയിൽ മൃഗങ്ങളെ കാണുവാൻ സാധിക്കും. പുറമെ ഇതുപോലുള്ള 3-4 വാച്ച് ടവറുകളും ഇവിടെയുണ്ട്. എല്ലാവരുടെയും പ്രതീക്ഷ ഒറ്റക്കൊമ്പനിൽ തന്നെ. പെട്ടെന്നാണ് ആരോ വിരൽ ചൂണ്ടത്. അതാ എന്നാൽ അത് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമല്ല, ആനകളായിരുന്നു. കാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്ന ആനകളല്ല, മനുഷ്യർ ഇണക്കി വളർത്തി സഫാരിക്കായി ഉപയോഗിക്കുന്ന ആനകൾ. ഇവിടെ ഇങ്ങനെയുള്ളൊരു സൗകര്യം കൂടിയുണ്ട്, എലിഫൻറ്റ് സഫാരി. ഇവിടെ ചെലവഴിക്കാൻ അധികം സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആരും എലിഫൻറ്റ് സഫാരിക്ക് മെനക്കെട്ടില്ല. അടുത്ത വാച്ച് ടവറിലേക്കായി ഞങ്ങളുടെ യാത്ര. ഏതു നിമിഷവും മുന്നിൽ പ്രത്യക്ഷപ്പെടാവുന്ന ഒറ്റക്കൊമ്പനിലായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ആകപ്പാടെ കണ്ടത് ഒരു മയിലും പിന്നെ കണ്ടില്ല എന്ന മട്ടിൽ ഒരു കാട്ടുപോത്തും. ഈ വാച്ച് ടവറിലും ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തു. ബൈനോക്കുലറൊക്കെ എടുത്ത് ദൂരത്തേക്ക് നോക്കി, പക്ഷേ പ്രത്യേകിച്ച് ഒന്നിനെയും കണ്ടില്ല. കാര്യമായി ഒന്നും കാണാത്തതിൽ നിരാശരായിരുന്നു ഞങ്ങളെല്ലാം. എങ്കിലും ഗോരുമാര നാഷണൽ പാർക്ക് ഞങ്ങളും കണ്ടു എന്ന് പറയാമല്ലോ. ഉറക്കം കളയാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഫാരിക്ക് ഇറങ്ങാതിരുന്ന ഞങ്ങളുടെ ജെൻസി പിള്ളേർ അവരെത്രയോ ഭാഗ്യവാന്മാർ. തിരിച്ച് വാഹനത്തിലേക്ക് നടക്കുമ്പോൾ കുറച്ച് പക്ഷികളെ അവിടെ എവിടെയായി കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇങ്ങനെ ഒരാളെയും കണ്ടു. റിസോർട്ടിലെത്തി പ്രഭാത ഭക്ഷണവും കഴിച്ച് വേഗം തന്നെ പുറപ്പെടണം, എങ്കിലേ കൃത്യസമയത്ത് എയർപോർട്ടിലെത്തൂ. അതിനുള്ള തിരക്കായി. പിന്നെ റിസോർട്ടിലെത്തി വളരെ പെട്ടെന്ന് ഭക്ഷണവും കഴിച്ച് യാത്ര പുറപ്പെട്ടു. എയർപോർട്ട് വരെയുള്ള യാത്രയ്ക്കിടയിൽ അവലോകനം നടത്താമെന്നായി പ്രയാഗ്. ലാത്താഗുരി എന്ന് പറയുന്ന സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തീസ്ത നദിയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരുപാട് സഫാരി പോയിന്റുകളുള്ള ഒരു
സ്ഥലമാണ് ഈ ഗോർമാര. അതിനിടയിൽ എല്ലാവരുടെയും ശ്രദ്ധ പുറം കാഴ്ചകളിലായി. ഇന്നലെ ഭൂട്ടാൻ യാത്രയിൽ കണ്ടിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അനുഭവം. വഴിയിൽ ഒരുപാട് കച്ചവടക്കാരുണ്ടെങ്കിലും ആ സ്ഥലം അത്ര വൃത്തിയുള്ളതായി തോന്നിയില്ല. കവിത ടീച്ചർ സംസാരിച്ചു തുടങ്ങി. ഞങ്ങൾ നന്നായി എല്ലാവരും നല്ല കൂട്ടത്തിൽ കൂടുന്നവരായിരുന്നു. യാത്ര വളരെ നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ് ഭൂട്ടാൻ തന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിരുന്നു. ഇതാ ഓരോരുത്തരായി അവരുടെ അനുഭവങ്ങൾ പറയുകയാണ്. യാത്ര ചെയ്ത അനുഭവങ്ങളുള്ളവരാണ് എൻ്റെ കൂടെ ഉള്ളവരെന്നൊക്കെ അറിയാം. ഇതെൻ്റെ ആദ്യത്തെ എൻ്റെ സതീശേട്ടൻ്റെയും ആദ്യത്തെ വിദേശ യാത്രയാണ്. ഇപ്പോൾ ഭൂട്ടാൻ ഞാൻ കേട്ടറിഞ്ഞ ഭൂട്ടാനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അനുഭവം. മതിലുകളില്ലാത്ത മതിലുകളൊന്നും ഇല്ലാത്ത വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു സമൂഹം. ഗംഗാധര മാഷ് കയറുന്നുണ്ട്, കൂടെയുള്ളവരെല്ലാവരും പോകുന്നുണ്ട്. ഞാനും കയറി. ഞാനൊരിക്കലും മറക്കില്ല കേട്ടോ. ഞാൻ കയറിയതല്ല, നമ്മുടെ തിരിച്ചുള്ള മലയിറക്കം. മകൻ എങ്ങനെയാണോ ഒരു അമ്മയെ ചേർത്ത് പിടിച്ച് കൊണ്ടുവരുന്നത്, ശരിക്കും എല്ലാവർക്കും ഫീൽ കേട്ടോ കൊണ്ടുവരുന്നത്. ആ ഒരവസ്ഥയിൽ തന്നെ പ്രയാഗ് ചേർത്ത് പിടിച്ച് ടീച്ചറെ താഴെ ഇറക്കി. കൂടെയുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒപ്പം ഇതിൻ്റെ ടൂർ കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രയാഗിനും ഒരുപാട് താങ്ക്സ്. നാരായണ മാഷക്ക് നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന, നല്ല അറിവുള്ള, നല്ല സഹകരിക്കുന്ന നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. പൈസയൊക്കെ ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രൊഫഷണൽ ടീമാണ് യാത്ര എന്നാൽ. ലോകത്ത് ഇങ്ങനെ ഒരു രാജ്യമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു രാജ്യമാണ്. ആ ജനങ്ങൾ ലോകത്തെ നമ്മൾ കണ്ടുപോയി എല്ലാവരും പറഞ്ഞു. അത് നമ്മൾ മലയാളികളായിട്ടുള്ള നമുക്കൊരു ഭയങ്കര ഒരു അനുഭവം തരാം, ഒരു പാഠമാണ്. ജോർജ് മാഷുടെ സംസാരത്തിനിടയിൽ ഞങ്ങളുടെ വാഹനം ടീസ്ത നദിക്ക് കുറുകെയുള്ള പാലത്തിന് മുകളിലൂടെയായി യാത്ര. വടക്കൻ ബംഗാളിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ടീസ്ത. സിക്കിമിൽ നിന്നും ഉത്ഭവിച്ച് ഡാർജിലിംഗ്, ജയ്പാൽഗുരി ജില്ലകളിലൂടെ ഒഴുകുന്ന ഈ നദിയെ സിക്കിമിൻ്റെ ജീവനാഡി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ബംഗ്ലാദേശിലെ ഫുൾചാരി എന്ന സ്ഥലത്ത് വെച്ച് ടീസ്ത നദി ബ്രഹ്മപുത്രയുമായി ചേരുന്നു. തുടർന്ന് ബംഗാൾ ഉൾക്കടൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഭൂട്ടാൻ വിശുദ്ധ കാന്തന്റെ വഴിത്താരയിലൂടെ എന്ന് പറഞ്ഞ് നന്ദിനി മേനോന്റെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ യാത്രാന്തരം നോക്കുമ്പോൾ ഭൂട്ടാൻ യാത്രയുണ്ട്. ആ പുസ്തകം ഞാൻ ഒന്നും കൂടെ വായിച്ചു. അപ്പം അങ്ങനെയാണ് ഭൂട്ടാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടായി മാറിയത്. യാത്രകൾ ഒരുപാട് ഇഷ്ടമാണെങ്കിലും ഇപ്പോഴും നടക്കാറില്ല. പിന്നെ ജോർജ് സാറ്, ലില്ലി ടീച്ചർ, പിന്നെയായിരുന്നു പ്രയാഗ് എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടി. പ്രത്യേകിച്ച് ടീച്ചർ പറഞ്ഞ പോലെ പ്രയാഗ് ഒരു അമ്മയെ എങ്ങനെ കൊണ്ടുനടക്കുന്നു അതേ രീതിയിലാണ് എന്നെ താഴേക്ക് ഇറക്കി കൊണ്ടുവന്നത്. എന്നാലും എനിക്ക് അവിടെ എത്താൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ നോട്ട് ചെയ്യാറുണ്ട്, ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് വേണം. അപ്പൊ അവർ ഇത്രയും ഉയരത്തിലേക്ക് കയറാൻ പോവുകയാണോന്ന് വെച്ചപ്പോ എന്നാലും നമ്മളെല്ലാവരും കൂടെ കയറി. എന്ത് നല്ലൊരു ഗ്രൂപ്പായിരുന്നു, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്. നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ മോന്റെ അടുത്ത് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. ടൈഗർ നെസ്റ്റിന്റെ ആണ് എനിക്ക്. പിന്നെ ഞാൻ ആദ്യം തയ്യാറല്ലായിരുന്നു. അവ പകുതി എത്തുമ്പോൾ അവിടെ ഇരിക്കാം ഉള്ള രീതിയിലാണ്. പിന്നെ ഏതായാലും അത് കണ്ടിന്യൂ ചെയ്യാന്ന് അങ്ങനെ പോയതാണ്. പരിചയമില്ലാത്ത കുറെ 10-20 ആൾക്കാരാണ് നമ്മൾ ഇപ്പോൾ ഒരു നല്ലൊരു കൂട്ടായിട്ട് ഒരു കുടുംബം എന്ന രീതിയിലേക്ക് വന്ന് പരിചയപ്പെട്ടില്ല. എല്ലാവരും അധികം പരിചയപ്പെട്ടിട്ടില്ല. കുറച്ചൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ അധികം യാത്രയ്ക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഡൽഹിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. 10-30 വർഷം ഡൽഹിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇങ്ങനത്തെ ട്രിപ്പ് ആദ്യമായിട്ട് പോയതാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമായത് പ്രയാഗിൻ്റെ ആ ഡീലിങ്സും എല്ലാ കാര്യങ്ങളും എല്ലാവരും വളരെ ഇൻട്രാക്റ്റീവ് ആയിരുന്നു. വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ എല്ലായിടത്തും നാരായണ മാഷ് ഫോട്ടോസും റിലീസും അതൊക്കെ ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് ഒരു പ്രത്യേക സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും. എല്ലാം കൊണ്ടും വളരെ എൻജോയ്ഡ് ആയിരുന്നു, സ്റ്റാൻഡിങ് ആയിരുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി, നമസ്കാരം അറിയിക്കുന്നു. എൻ്റെ പേര് സഞ്ജയ്. ഞാൻ നമ്മളെ 5 പ്രതിനിധിയായിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ യാത്രയാണ് യാത്രാന്ത്യയുടെ കൂടെ. യാത്രാന്ത്യയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
കൊടുക്കുന്ന പൈസക്ക് ബെസ്റ്റ് സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മളെ ഗൈഡ് പ്രയാഗേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൂടിയും നമ്മളെ കൂടിയും ഒരേപോലെ തന്നെയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു നമ്മൾക്കൊരു ഏട്ടനെ പോലെയാണ് പ്രയാഗേട്ടൻ നമുക്ക് തോന്നിയിട്ടില്ല, ഒരു ഗൈഡായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ നാട് വല്ലാതെ ആകർഷിച്ചു. ഈ മലകള് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് കുന്ന് മല എന്നുള്ള നമ്മൾ പറയുമെങ്കിലും ഇങ്ങനെ ഒരു രാജ്യം ആകപ്പാടെ മടക്കിട്ടതുപോലെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അത് ഭയങ്കര നല്ലൊരു ആകർഷകമായിരുന്നു. യാത്ര നന്നായി ആസ്വദിച്ചു. ഭൂട്ടാനിലെ ജനങ്ങളുടെ വ്യത്യസ്തതയും ശ്രദ്ധിച്ചു. എല്ലാം നമുക്കെല്ലാം ഒരു തിരിച്ചറിവ് തരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാൾ വീതമെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. എയർപോർട്ടിലെത്താൻ ഇനിയും സമയം ബാക്കിയുണ്ട്. പറയാൻ ബാക്കിയുള്ളവർക്ക് പറയാനുള്ള അവസരവുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ സുമയുടെ ഒരു ഗാനം. ഞാൻ അന്നൊരു വെണ്ണക്കൽ കൊട്ടാരമാക്കി 7 നിലയുള്ള വെൺമാടക്കെട്ടിൽ ഞാൻ വേഴാമ്പൽ പോലെ ഇരുന്നു രാജകുമാരനെ കാണാൻ. നിദ്ര തന്നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. ഏതോ മരച്ചോട്ടിൽ വേണുവായിക്കൂമൻ രാജകുമാരനെ കാണാൻ വേഴാമ്പൽ പോലെ ഇരുന്നു. അപ്പൊ നമ്മള് ഏതായാലും ഭൂട്ടാൻ യാത്ര ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഭൂട്ടാനിൽ നിന്ന് നമ്മൾ മടങ്ങിയെങ്കിലും നമ്മുടെ മനസ്സിപ്പോഴും ഭൂട്ടാനിൽ തന്നെ ഉണ്ടത്രേ. നമ്മളെ മറ്റ് യാത്രകളിലെ പോലെ ഈ യാത്രയിൽ എല്ലാവരെയും ഒന്നിച്ച് ഇരുന്ന് പരിചയപ്പെടാൻ അവസരം കുറവാണ്. എന്നുകൊണ്ട് അവിടെ എത്തിയപ്പോൾ നമ്മൾ 2 ഗ്രൂപ്പാക്കിയല്ലോ. ആ 2 ഗ്രൂപ്പാക്കിയപ്പോൾ നമ്മൾ 12 പേര് ഒരു ടീം, കാരണം 12 ആക്കാണ് പറ്റുമോ 12 ടീമായി, അടുത്തവർ വേറെയായി. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്നിച്ച് ഒരു ബസ്സിൽ പോയിട്ട് ഒരു പാട്ട് പാടിച്ച് ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഒരേ ബസ്സിലാണ് യാത്ര, കുറച്ചും കൂടി ഇൻവോയ്സ് ആകുമായിരുന്നു. പക്ഷെ ആ പാട്ടില്ലാത്ത പ്രശ്നം നമുക്ക് അവസാനം മറികടന്ന് ഇന്നലെയാണ്. ഇന്നലെ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡ്രൈവർ ആ ഒരു മൂടൽമഞ്ഞില്ലേ മുമ്പിൽ, മൂടൽമഞ്ഞായിട്ട് ഒന്നും കാണുന്നില്ല. ആ സമയത്ത് കുറച്ച് കാണുന്ന സ്ഥലത്ത് ഒരു പാട്ട് വെച്ചു, നേപ്പാളി പാട്ടാണ്. അയാൾ നേപ്പാളിയാന്ന് പറഞ്ഞു. ആ നേപ്പാളി പാട്ട് നമുക്ക് അറിയില്ല. അതിന്റെ മ്യൂസിക്കിൽ നമ്മളിങ്ങനെ കൈയടിച്ചപ്പോൾ അയാൾക്ക് ഭയങ്കര ഉഷാറായി. പിന്നെ അയാൾ സ്റ്റിയറിംഗെല്ലാം വിട്ടിട്ട് കൈയടിക്കുന്നത്, സ്റ്റിയറിംഗെല്ലാം വിട്ടു. അപ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് കിട്ടാനുള്ള ഒരു നിക്ഷേപമായിട്ടാണ് യാത്രയെ കാണുന്നത്. യാത്ര നിക്ഷേപമാണ്, അതിൻ്റെ പലിശ എന്ന് പറഞ്ഞ സൗഹൃദങ്ങളാണ്. അപ്പോൾ നമ്മുടെ സൗഹൃദം ഇനിയും ഉണ്ടാവട്ടെ. വേറെ ആരോട് നമ്മൾ അങ്ങനെ ടീച്ചേഴ്സാന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളവിടെ നിന്നിട്ട് നമസ്കാരമാണ്. അപ്പോൾ ഇങ്ങനെ മലയാളികളായിട്ടുള്ള ഒരുപാട് അധ്യാപകരുടെ ശിഷ്യന്മാർ ഭൂട്ടാനിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് അവരൊക്കെ കൊണ്ട് അയാളെ മാത്രമല്ല ബഹുമാനിക്കുന്നത്, അവർ മുഴുവൻ അധ്യാപകരെയും ബഹുമാനിക്കുകയാണ്, മുഴുവൻ കേരളക്കാരെയും ബഹുമാനിക്കുകയാണ്. അപ്പോൾ ഒരു മലയാളി ആയ രീതിയിലും ഒരു അധ്യാപന നിലയിൽ ഏറ്റവും സന്തോഷിച്ച ദിവസമാണ് ഈ ഭൂട്ടാൻ ദിനങ്ങൾ. സന്തോഷിച്ച ദിവസങ്ങൾ തന്നെയാണെന്ന് പറയുകയായിരുന്നു. ഇവിടെ ആരെയും മറക്കില്ല. ഓക്കെ, നമുക്ക് ഇനിയും ഏതെങ്കിലും യാത്രയിൽ കാണാം. ഓക്കെ, നമ്മുടെ യാത്ര അവസാനിക്കാൻ പോവാണ്. പിന്നെ നാരായണ മാഷ് ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് തുടങ്ങാം. നമ്മള് യാത്രാനന്ദ എന്ന് പറയുന്ന ഒരു യാത്രാ പ്രേമികളുടെ കൂട്ടായ്മയാണ്. ഓരോ യാത്രയും ഐറ്റനറി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ കാണുന്നത് ആ യാത്ര എൻഗേജഡ് ആയിരിക്കണം, കൂടുതൽ ആളുകളുമായിട്ടുള്ള സമ്പർക്കവും അതുപോലെ നമ്മൾ പോകുന്ന സ്ഥലത്തെ കുറിച്ചും ഒക്കെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രവും അവിടുത്തെ ഒരു കെമിസ്ട്രിയും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിലേക്ക് നമ്മുടെ യാത്രികർ മാറണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇതില് ചെറുപ്പക്കാരുണ്ട്, സീനിയർ സിറ്റിസൺ ഉണ്ട്. സാറ് പറഞ്ഞതുപോലെ 2 വണ്ടികളിലാണ് എങ്കിൽ പോലും ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ, എല്ലാവരും തമ്മിൽ ഇടപഴകാനും ഒക്കെയുള്ള ഒരു എഫേർട്ട് എല്ലാവരും എടുത്തു എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാം. നമുക്ക് ഭൂട്ടാൻ യാത്രയിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ടൈഗർ നെസ്റ്റിലേക്കുള്ള ട്രക്കിംഗ് ആയിരിക്കും. ആ ട്രക്കിങ്ങിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഭവം ഒക്കെ വലിയ ഒരു അനുഭവം തന്നെയായിട്ട് ഈ യാത്രയിൽ അവസാനമായി നമുക്ക് ഉണ്ടാവും. ഒരു പ്രൊഫഷണൽ ടച്ച് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഫാമിലി ആവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനു പുറമെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ഗൂഗിൾ റിവ്യൂസ് ആയി ഇട്ട് തന്നാൽ ഭൂട്ടാൻ യാത്രാനുഭവങ്ങളും അതുപോലെ യാത്രാനന്ദ ഇത് കോർഡിനേറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ചെറിയൊരു അനുഭവം അത് ഗൂഗിൾ റിവ്യൂലിട്ട് നമുക്കും അതൊരു ഗുണമായിരിക്കും.
അപ്പോൾ എല്ലാവരും ഒരു ഗൂഗിൾ റിവ്യൂ ഇട്ട് തരണം എന്നുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പ്രയാഗ് പറഞ്ഞു തീരുമ്പോഴേക്കും ഞങ്ങളുടെ വാഹനം ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ എത്തിയിരുന്നു. ഉച്ചഭക്ഷണ പാർസലും വാങ്ങി എല്ലാവരും നേരെ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക്. ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സ്വസ്ഥമായി ഒരിടത്തിരുന്ന് ഉച്ചഭക്ഷണം, അത് കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമം, പിന്നെ നേരെ ഫ്ലൈറ്റിലേക്ക്. ഇങ്ങോട്ട് വന്നതുപോലെ 2 ഫ്ലൈറ്റ് യാത്രകൾക്കൊടുവിലേ നാട്ടിലെത്തും. ബാഗ്ഡോഗ്രയിൽ നിന്ന് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കും പിന്നീട് അവിടെ നിന്ന് കൊച്ചി എയർപോർട്ടിലേക്കും. ഫ്ലൈറ്റിലിരിക്കുമ്പോഴും മനസ്സിൽ നിറയെ 7 ദിവസത്തെ ഭൂട്ടാൻ യാത്രയിലെ അവിസ്മരണീയ അനുഭവങ്ങളായിരുന്നു. നേരത്തെ അവലോകനത്തിൽ എല്ലാവരും പറഞ്ഞതുപോലെ യാത്രാനന്ദയുടെ ഈ യാത്ര അക്ഷരാർത്ഥത്തിൽ ആനന്ദയാത്ര തന്നെയായിരുന്നു. ആർക്കും പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഇല്ല. ടൂർ മാനേജർ പ്രയാഗിനെക്കുറിച്ച് നല്ലത് മാത്രമേ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് മുതിർന്നവരോടുള്ള ആ കെയർ, അതോടൊപ്പം ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ഒരു ഏട്ടനെ പോലെ ഒന്നിച്ചു കൂടിയ ആ അനുഭവം. ആകാശ നീലിമയിൽ ഒഴുകി നടക്കുന്ന തൂവെള്ള മേഘങ്ങളുടെ ഈ കാഴ്ചയും മനോഹരം തന്നെ. കണ്ട കാഴ്ചകൾ എന്നെന്നും കാണുന്നതിനായി, ഓർത്തെടുക്കുന്നതിനായി, ഒപ്പം കാണാത്തവരെ കാണിക്കുന്നതിനായി യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ദൃശ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വീഡിയോ തയ്യാറാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ള മോഹം യാത്ര ആരംഭത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്. ഇൻ ഭൂട്ടാൻ ദ ഹാപ്പി ലാൻഡ് 10ാമത്തെ ഭാഗം ഇവിടെ തീരുന്നതോടുകൂടി ഭൂട്ടാൻ യാത്രാ വിശേഷങ്ങളുടെ ഈ പരമ്പര അവസാനിക്കുകയാണ്. കണ്ടവരോടെല്ലാം സ്നേഹത്തോടെ ഒയോളം വോയിസ്. ഈ പരമ്പരയുടെ 10 എപ്പിസോഡുകളും കാണാത്തവർ കാണുക, കണ്ടവർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒയോളം വോയിസ്.